ഇന്ന് ഞങ്ങൾ സ്നാക്ക് സ്പെഷ്യൽ സ്നാക്കാണ് ഞങ്ങൾക്ക്. സ്പെഷ്യൽ സ്നാക്ക്. നമ്മുടെ ചാനലില് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഈ വിഭവം എല്ലാരും ഉണ്ടാക്കി നോക്കട്ടെ അല്ലേ? ഇത് ഒരു ചിക്കന്റെ ഫുൾ ബ്രസ്റ്റ് പീസ് ആണ്. അപ്പൊ അതിന് ഞാൻ കത്തി കൊണ്ട് മുറിക്കുകയാണ്. പോളിഗാർഡിന്റെ കത്തിയാണ് എൻ്റെ അടുത്തുള്ളത്. അത് കുറച്ച് കറ പിടിച്ച പറയുണ്ടാവും, പക്ഷെ അടിപൊളി നൈസായിട്ട് മുറിക്കുക ഈ ഒരു കത്തിയായിട്ട്. അപ്പൊ ഞാൻ ഇതുപോലെ നൈസായിട്ട് മുറിച്ചു വെക്കുന്നുണ്ട്. ഇതാണ് ആ പീസുകളൊക്കെ. ഇതെല്ലാം കൂടി ഞാൻ ഒരു പ്ലേറ്റിലിട്ട് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് സുറുക്ക തേച്ച് വെക്കണം കുറച്ചു നേരം. വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ തന്നെ സുറുക്ക തേച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു സ്വല്പം കുരുമുളക് പൊടിയും പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കുറച്ച് വെള്ളം കൂട്ടി അരച്ച് ആ ഒരു വെള്ളം ആ ജഗ്ഗിൽ തന്നെ പാർന്നിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കണം. അത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതൊരു കുറച്ചുകൂടി ടൈറ്റ് വേണം. അത് നമുക്കിനി ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഈ ചിക്കന്റെ ബ്രസ്റ്റ് പീസ് പിന്നെ ഒരു കറി വെച്ചാൽ ഒന്നും രസം ഉണ്ടാവില്ല. അപ്പൊ അതിന് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കലാപരിപാടി ചെയ്ത് വെക്കലാണ്. അപ്പൊ കൊണ്ടുവന്ന ഉടനത്തെ ഞാൻ അതിന്റെ മുകളിൽ കുറച്ചൊരു വിനാഗിരി തേച്ചിട്ട് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കാറാണ്. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് ഞാനത് ഉണ്ടാക്കാറുള്ളത്. അപ്പൊ ഈ ബാറ്റർ റെഡി ആക്കുന്നത് അത് ഞാനൊരു അധികം ഉയരമില്ലാത്തൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു ഓവൽ ടൈപ്പ് ഉള്ളത്. അതാണ് നമുക്ക് സൗകര്യം. ഇനി നമ്മുടെ കിഴങ്ങ് ഇതേപോലെ ഇങ്ങനെ ചീകണം നൈസായിട്ട്. നമ്മുടെ ചീസൊക്കെ എടുക്കുന്ന അതേ മോഡല്. എന്നിട്ട് അതൊന്ന് പിഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം കളയണം. നമ്മൾ വെള്ളം ഉണ്ടാവും ഈ പൊട്ടറ്റോന്റെ മോഡല്. അപ്പൊ ഞാൻ ഇത് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ചിക്കന്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ഇതൊന്ന് കോൺഫ്ലവർ വെച്ചുകൊണ്ടൊന്ന് കട്ട കിടക്കുക. അപ്പൊ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ ഇതാണ് നമ്മളുടെ ചിക്കന്റെ ബ്രസ്റ്റ്. കനം കുറഞ്ഞിട്ട് മുറിച്ചാണ്, എല്ലില്ലാത്ത പീസാണത്. ഈ സുറുക്ക ഒഴിച്ചാൽ നല്ല സോഫ്റ്റ് ആയി വരും ഈ ഇതിന്റെ ഇറച്ചികള്. അപ്പൊ ഞാൻ ഇതിൽ മുക്കിയിട്ട് നല്ലോണം അങ്ങോട്ട് മുക്കിയിട്ട് പിന്നെ പൊട്ടറ്റോയില് ഒന്ന് മുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ഞാൻ പൊരിക്കുന്നതിന് മുമ്പ് കുറച്ചു നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ടാണ് അത് ഞാൻ പൊരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അപ്പൊ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൊത്തം ഇതുപോലെ എല്ലാതും ചെയ്ത് റെഡിയാക്കി വെക്കുക. കനം കുറഞ്ഞ് വേണം ഇത് മുറിക്കാൻ. വെളുത്തുള്ളി ഇഞ്ചിയും മാത്രം മതി. പിന്നെ കുരുമുളക് പൊടി വേറെ ഒന്നും ഇതിൽ വേണ്ട. മറ്റുള്ള മഞ്ഞൾ, മല്ലി അങ്ങനത്തെ ഒരു മുളകും ഒരു പൊടികളും മസാലപ്പൊടികളും ഉപയോഗിക്കരുത്. നല്ല ചൂടുള്ള എണ്ണ, ചൂട് ഒരിക്കലും കുറക്കരുത്. നല്ല ചൂടുള്ള എണ്ണയിൽ അതങ്ങനെ ഇട്ട് ഇതാക്കുക. അങ്ങനെ നല്ല ചൂടായി കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം അതേ നല്ല ചൂട് തന്നെ കഴിഞ്ഞിട്ട് തിരിച്ച് മറിച്ചിടുക. ചിലപ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും, പൊട്ടറ്റോ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ മറിച്ചിടുക. ഇനി ഒരു 5 മിനിറ്റ് നല്ല ചൂട് വെച്ചാൽ ഇനി ചൂടൊന്ന് കുറക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കളർ ഇങ്ങനെ വരും. അത് കഴിഞ്ഞ ശേഷം നമ്മളിത് ഇങ്ങോട്ടേക്ക് കോരിയെടുക്കുക. ഇപ്പൊ സംഭവം ഒരു സെറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ 2 പീസും കൂടി ഞാൻ കൂടി പൊരിക്കുന്നുണ്ട്. അപ്പൊ അതും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാറി കഴിഞ്ഞ ശേഷം നമുക്ക് കെച്ചപ്പ്, മയോണൈസ് ഒക്കെ കൂട്ടിയിട്ട് മുക്കി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ്. അല്ലെങ്കിൽ വെറുതെ കഴിച്ചാൽ തന്നെ മതി. കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാവും. സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.